അപ്പോൾ തീർച്ചയായിട്ടും 200-ലധികം വീടുകൾ പണിതു എന്ന സിസ്റ്റർ ഞങ്ങൾക്ക് അറിയാനിടയായി. അപ്പോൾ ആദ്യത്തെ വീടിന്റെ ഓർമ്മ, അല്ലെങ്കിൽ അത് ഏത് വർഷമായിരുന്നു, അല്ലെങ്കിൽ ഏത് സാഹചര്യമാണ് അവർക്കൊരു വീട് അത് അത്യാവശ്യമാണെന്ന് തോന്നാനൊക്കെ ഇടയാക്കിയത്? ആദ്യത്തെ വീട് ഒരു ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ 18 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഇതുപോലെ തന്നെ ആദ്യം ആരംഭിച്ചത്. അവിടെ ലൂർദൂരത്ത് BCC, നമ്മുടെ തിരുവനന്തപുരം രൂപതയിൽ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ BCC വളരെ ആക്റ്റീവാണ്. അത് നമ്മുടെ അന്നത്തെ പിതാവ് സൂസേപ്പാക്കി പിതാവിൻ്റെ വലിയൊരു ആഹ്വാനമാണ്. അപ്പോൾ അവിടെ വളരെ നന്നായിട്ടുള്ള പ്രവർത്തനങ്ങൾ BCCയിലൂടെ നടക്കുമ്പോൾ കുടുംബ യൂണിറ്റ്. അപ്പം ഞാൻ അതിൻ്റെ ഇത് അനിമേറ്ററായി, ഇടവക തലത്തിൽ അനിമേറ്ററായി കഴിയുമ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ വിസിറ്റ് ചെയ്യാനും കൊറോണ ലെവലിൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ യൂണിറ്റ് മീറ്റിങ്ങിന് റെഗുലറായിട്ട് ഞങ്ങൾ പോവുകയും ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഓരോ മീറ്റിങ്ങിലും നമ്മൾ ഈ ആക്ഷൻ പ്ലാനാണ് പ്ലാൻ ചെയ്യുക, അല്ലാതെ ചുമ്മാ എന്താ പറയുക ഡിസ്കസ് ചെയ്ത് വല്ലതൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് എഴുതിയിട്ടല്ല. അപ്പോൾ ഞങ്ങളെപ്പോഴും അവിടെ അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അച്ഛന്മാരായാലും ലീഡേഴ്സ് ആയാലും ഒക്കെ വളരെ ഓപ്പണാണ് BCCയുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾ പറയും, നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല, വചനം പ്രഘോഷിക്കേണ്ട ഇത് കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമാണ്. അപ്പോൾ ആ പ്രവർത്തനം കൂടി നമ്മൾ ഒപ്പം കൊണ്ടുപോകണം, പ്രഘോഷണം പ്രവർത്തനം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ഒരു ശൈലിയായിരുന്നു ഞങ്ങൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു പ്രാവശ്യം ക്രിസ്മസ് ആഘോഷത്തിന് ഒരു BCC യൂണിറ്റിൽ ചെന്നപ്പോൾ ഒരു അമ്മച്ചിയുടെ വീടാണ്. അതൊരു വളരെ ഒരു ഷെഡായിട്ട് ഓലമേഞ്ഞ വീട്. അവർക്ക് ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പുറത്തിരുന്നാണ് ഞങ്ങൾ ആ മീറ്റിംഗ് കൂടിയതും. അവർ വളരെ പരാധീനമായിട്ടുള്ളൊരവസ്ഥയിൽ, ഒട്ടും തന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാൻ ആ ഗ്രൂപ്പിന് അന്ന് സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ ചലഞ്ച് ചെയ്തിട്ട്, ആ വചനം വെച്ചിട്ട് ചലഞ്ച് ചെയ്തിട്ട് പറഞ്ഞു, നമ്മളിപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇവിടെ വന്നു, പക്ഷേ ഈ അമ്മച്ചിക്ക് ഒരു വീടില്ല കിടപ്പാടം സുരക്ഷിതമായിട്ട് കിടക്കാനായിട്ട്. അവരിപ്പോൾ വയ്യാതെ പ്രായമായിട്ട് വരുന്നു, അവർക്ക് പെരുമാറാൻ ഒരു ടോയ്ലറ്റോ അല്ലെങ്കിൽ വീടോ ഒന്നും ഒരു ഇതില്ല. ദുരിതം ഇനി കൂടി വരുള്ളൂ ഈ വാർദ്ധക്യ കാലത്തിൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ ക്രിസ്മസ് ആഘോഷിച്ചതിന് അർത്ഥവത്തായിട്ട് മാറ്റണമെങ്കിൽ അടുത്ത ക്രിസ്മസ് വരുമ്പോഴേക്കും അമ്മച്ചിക്ക് ഒരു വീടായിരിക്കണം, അതായിരിക്കണം ഒരു ജീവിക്കുന്ന പുൽക്കൂട് നമ്മൾ നിർമ്മിക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിലാണ് ഇതുകൊണ്ടൊക്കെ ഈ കൂട്ടായ്മയ്ക്ക് ഉള്ള ഒരു അർത്ഥമുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സാധാരണ കൽപ്പണിക്കാർ, വളരെ പാവപ്പെട്ട ഒരു മേഖലയാണ്, ഏരിയ ആയിരുന്നു അത്. അപ്പോൾ അവരെല്ലാവരും യെസ് സിസ്റ്റർ ഞങ്ങൾ റെഡിയാന്ന് പറഞ്ഞു. അത് വല്ലാത്തൊരു തീരുമാനമായിരുന്നു അവിടെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ ആ വർഷം മെയ് 31 അവിടെ നിന്ന് പോകുന്നു, ട്രാൻസ്ഫർ ആയിട്ട് കൊച്ചിക്ക് പോകുന്നു. പക്ഷേ അവർക്ക് ആ ജനങ്ങൾക്കൊരാഗ്രഹമായിരുന്നു ഞാൻ പോരുന്നതിന് മുമ്പ് ആ വീട് പണി തീർത്ത് ബ്ലെസ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം ആ വീട്ടിൽ പാല് കാച്ചി വികാരി അച്ഛനും എല്ലാവരും കൂടി വന്ന് അമ്മച്ചിക്ക് ഒരു വീട് കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു പാവപ്പെട്ട മേഖലയിൽ കൽപ്പണിക്കാരാണ് മെയിനായിട്ടുള്ള. അവിടെ അത് സാധ്യമാണെങ്കിൽ ഇനി കൊച്ചിയിൽ വന്നപ്പോൾ എനിക്ക് ഒട്ടും സംശയം ഉണ്ടായിരുന്നില്ല, ഇത്രയും വികസിച്ച ഒരു സ്ഥലമാണല്ലോ ആ ഏരിയനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് ലൂർദൂരത്തു നിന്നാണ്. അതും ഞങ്ങൾ കളക്ഷന് ഇറങ്ങി, തീരദേശത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് കളക്ഷൻ ഞങ്ങളാണ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 സിസ്റ്റേഴ്സ് കൂടി ഞങ്ങൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ പൂർവികർ, ഞങ്ങളെക്കാളും മുന്നിപ്പോൾ 100 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ലൂർദൂരത്ത് അവിടുത്തെ മിഷൻ, ഞങ്ങളുടെ പൂർവികർ പഠിപ്പിച്ചു വിട്ട് അല്ലെങ്കിൽ തൊഴിലും വിദ്യാഭ്യാസവും കൊടുത്ത് പഠിപ്പിച്ചു വിട്ട് അവരുടെ മക്കളാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ എനിക്കൊക്കെ കാണാൻ സാധിച്ചത്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ പൂർവികരെ പറ്റിയോ, സിസ്റ്റർ മേരി ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ സിസ്റ്റർ ആനി ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പറയുമ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. സോ ഞാനിപ്പോഴും ഓർക്കും, വി ഹാർവെസ്റ്റഡ് ദ ഫ്രൂട്ട് ഓഫ് അവർ ആൻസിസ്റ്റേഴ്സ്. അപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുണ്ടായിരുന്ന പ്രേക്ഷിതർ ചെയ്ത നന്മയുടെ ഫലമാണ് ഞങ്ങൾ അനുഭവിച്ചത്. അതിപ്പോൾ അത് നിറയെ കൈ നിറയെ അവർ തന്നു, അത് കൊണ്ടുവന്ന് നമുക്ക് വീട് വയ്ക്കുക. അപ്പോൾ അത് ഒത്തിരി കോൺഫിഡൻസ് ആയി. കാരണം ഇന്ന് നമ്മൾ FCRAനെയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മിഷൻ ചെയ്യാൻ ഇനി നമുക്ക് സാധിക്കുമോ, നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ ഒരുപാട് ആൻസൈറ്റി നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ ഒരു പരിധി വരെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സഭ, കത്തോലിക്ക സഭ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഞാൻ പറയുന്നത്, നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ചല്ല, ഞാനിപ്പോൾ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുമ്പോൾ അന്നത്തെ മിഷണറീസ്, പ്രേക്ഷിതർ, സഭ വളർത്തിയിട്ടുണ്ട് നമ്മുടെ മക്കളെ, കുടുംബങ്ങളെ എല്ലാവരെയും വളർത്തി. ഇന്ന് നമുക്ക് അവരുടെ എന്താ പറയുക ആ പ്രതിഫലമായിട്ട് നമ്മൾക്ക് അത് ഒരു കൃതജ്ഞത
ആയിട്ട് നമ്മുടെ പരസ്പരം സഹായിക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം സഭയുടെ മക്കൾ ഇപ്പോൾ കൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് വന്നു. അതാണ് ഈ ഹൗസ് ചാലഞ്ചിന്റെ വളർച്ചയുടെ മറ്റൊരു ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ കുടുംബ വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാൽ 8 മക്കള് അല്ലെങ്കിൽ 5 മക്കള് 9, 10 അപ്പൊ മൂത്ത മക്കൾക്ക് ഉത്തരവാദിത്തമായിരുന്നു. അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് മൂത്ത മക്കളൊക്കെ പഠിപ്പിച്ച് അവർ ജോലി കിട്ടിക്കഴിയുമ്പോൾ താഴെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് പഠിപ്പിച്ച് അങ്ങനെയാണ് കുടുംബങ്ങൾ കാർഷികരായിട്ടുണ്ടായിരുന്ന കുടുംബങ്ങൾ പടിപടിയായിട്ട് ഉയർന്നു വന്ന ഇന്നത്തെ നിലയിൽ. പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ന്യൂക്ലിയർ ഫാമിലിയാണ്, 1, 2 മക്കളുള്ളൂ. അവർക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ ലക്ഷങ്ങൾ സാലറി, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർക്ക് വീട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ നമ്മൾ എന്തെന്ന് വെച്ചാൽ അവരെ ഡയറക്റ്റ് ചെയ്യണം, ഹൗ ടു യൂട്ടിലൈസ് ദ റിസോഴ്സ്, എക്സ്ട്രാ റിസോഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇത് കൊടുക്കാനായിട്ട് പഠിപ്പിക്കണം, നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് ദശാംശം കൊടുക്കുന്ന രീതികൾ. അത് കാരണന്മാർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറ ഇത്തരത്തിലുള്ള കാര്യത്തിന് വളരെ നല്ല മനസ്സുള്ളവരുണ്ട്. ഇപ്പം നമ്മൾ ഈ ഹൗസ് ചാലഞ്ചുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി നല്ല മനസ്സുള്ള യുവജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒള്ളി തിങ് അവർക്ക് ആ ഒരു മോട്ടിവേഷൻ കൊടുക്കണം പ്രേക്ഷിത ദൗത്യത്തിൻ്റെ. അതുപോലെ നമ്മളൊരു തീർത്ഥാടകരെ പോലെ ഈ ഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ പാതി വഴിയിൽ വീണുപോയവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ എല്ലായിടത്തും കൊട്ടാരങ്ങൾ പോലത്തെ വീടുകൾ കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ കുടിലുകൾ കാണുന്നുണ്ട്. അപ്പോൾ ആ കൊട്ടാരത്തിലുള്ളവർ വിചാരിച്ച കുടിലുകളിലുള്ളവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ആ പങ്കുവയ്ക്കലിൻ്റെ ഒരു നല്ല പാഠം, അല്ലെങ്കിൽ അപരനെ നമ്മൾ എത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരണം. ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസം, നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് നമുക്ക് പറയാം നമ്മളൊക്കെ തീർത്ഥാടകരാണ്, ഒറ്റയ്ക്കല്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ലൈഫാണ് വളരെ പ്രധാനം. അല്ലെങ്കിൽ നമ്മൾ തീർത്ഥാടകരെ പോലെ പോകുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടവരാണ്. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഒരു സഹോദരൻ പാതി വഴിയിൽ അവൻ്റെ യാത്രയിൽ വീണ് പോയാൽ എൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്, അതെൻ്റെ കടമയാണ് അവനെയും കൂടി താങ്ങിയെടുത്തിട്ട് എനിക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും നിൻ്റെ സഹോദരൻ എവിടെയാണ്. അതാണ് നമ്മൾ ഇന്ന് വചനത്തിലൂടെ പഠിക്കും. നമുക്ക് ഒറ്റയ്ക്കുള്ള യാത്രയല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മുടെ യേശു, നമ്മുടെ സഭയുടെ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ജേർണി എലോൺ, വി ഹാവ് ടു ട്രാവൽ ടുഗെദർ. അപ്പോൾ അതുകൊണ്ടാണ് ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇപ്പോൾ നമ്മൾ അതൊക്കെ ചർച്ചിന് ഒത്തിരി നല്ല സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇത്രയും നല്ല സ്ട്രക്ചർ വേറെ എങ്ങുമില്ല. അപ്പോൾ ആ സ്ട്രക്ചർ വേണ്ട രീതിയിൽ ക്രിയാത്മകമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വളരാം. ഇവിടെ ജാതിയില്ല, മതമില്ല, ഒരു വ്യത്യാസവും കക്ഷിരാഷ്ട്രീയം ഒന്നുമില്ലാതെ നമുക്ക് ഓരോ ഇടവക ഇതെടുത്തു കഴിഞ്ഞാൽ തന്നെ, അതിർത്തി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം എത്ര ഫാമിലീസ് ഉണ്ട്. ഇപ്പോൾ ഒരു യൂണിറ്റിൽ എത്ര ഫാമിലീസ് ഉണ്ട് അടിസ്ഥാന സൗകര്യമില്ലാതെ കഷ്ടപ്പെടുന്നത്. ആ യൂണിറ്റിൽ നമ്മൾ ആ ഒരു വർഷം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുകാരെ നമുക്ക് രക്ഷിക്കാം. വീട് ഭവനരഹിതരില്ലാത്ത യൂണിറ്റായിട്ട് ഭവനരഹിതരില്ലാത്തൊരു യൂണിറ്റായിട്ട് മാറ്റാൻ പറ്റും, ഭവനരഹിതരില്ലാത്തൊരു ഇടവകയായിട്ട് മാറ്റാൻ പറ്റും. അതിനുള്ള റിസോഴ്സ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അത് നമ്മുടെ ഇടയന്മാരും നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞിട്ട് ഒരു കൾച്ചർ കൊണ്ടുവരണം. ഇനി നമുക്ക് ഭക്ഷണമോ വസ്ത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഭവന വിതരണമാണ് നടക്കുന്നത്, പാർപ്പിട വിതരണം. ഞാൻ എപ്പോഴും പറയും, ഇനി ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും നോട്ട്ബുക്ക് വിതരണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നല്ല ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകൾ കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അവിടെ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സ് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാം കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ ഇനി ഇതൊക്കെ മാറ്റണം. പുസ്തകം കൊടുക്കൽ, അല്ലെങ്കിൽ യൂണിഫോം കൊടുക്കൽ, അതൊക്കെ ദേ വിൽ കേറ്റേഴ്സ്, അതാത് സ്കൂളുകാർ അതാത് രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ പാർപ്പിടത്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു കുടുംബത്തിന് അഭിമാനത്തോടും സുരക്ഷിതത്തോടും കൂടി ജീവിക്കാൻ ഒരു വീടാണ് ഏറ്റവും ആവശ്യം. അതൊരു കീ ഏരിയ ആയിട്ട് നമ്മൾ ഫോക്കസായിട്ട് ഓരോ ഇടവകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഭവനരഹിതരില്ലാത്തൊരു കേരളമായിട്ട് മാറ്റാം. മറ്റ് സംസ്ഥാനം, നമ്മൾ നമ്പർ 1 കേരളം എന്ന് പറയുന്നുണ്ടല്ലോ, അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃക. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ദുരിതവും കഴിയുമ്പോൾ പത്രത്തിൽ ഒക്കെ വരുന്ന ഫോട്ടോവും അല്ലെങ്കിൽ ടി വിയിലൊക്കെ വരുന്ന അവരുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാണ്. എങ്ങനെ വരുന്നു, ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു. കാരണം രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഓരോ ഇടവക തലത്തിലോ പല സംഘടനകൾ ആക്റ്റീവാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതിലുണ്ട്. അപ്പോൾ എങ്ങനെ ഇത്തരത്തിലുള്ള കുടിലുകൾ നമ്മുടെ ഇതിലിപ്പോഴും, അതായത് കുടിലെന്ന് പറഞ്ഞാൽ സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് മദ്യവും മയക്കുമരുന്നുമാണ് ഏറ്റവും കൂടുതൽ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വീട് ഏറ്റവും ആവശ്യമാണ്.